ഇന്ന് നമുക്ക് എളുപ്പത്തിൽ വിരൽ ചിത്രങ്ങൾ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഫാബ്രിക് പെയിന്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് വാട്ടർ കളർ ഉപയോഗിച്ചും ചെയ്യാം. ഇനി പെയിന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ടോ നമ്മൾ എഴുതുന്ന പേന ഉപയോഗിച്ചിട്ടോ നമുക്ക് ഫിംഗർ പ്രിന്റ് എടുക്കാവുന്നതാണ്. നമ്മൾ വിരലിൽ ഇത്രയും ഭാഗത്ത് പെയിന്റിൽ മുക്കിയാണ് ഇത് എടുക്കുന്നത്. പകരം നമുക്ക് പേനാമശി ഇവിടം വരെ ഉപയോഗിച്ചിട്ട് അത് പ്രസ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം ഞാൻ ഒരു പാത്രത്തിൽ ചെറിയ ഒരു അടപ്പിൽ പെയിന്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ വിരൽ മുക്കിയിട്ട് നമുക്ക് ഫിംഗർ പ്രിന്റ് ചെയ്തെടുക്കാം. ഇതുപോലെ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്, 2 ചിത്രങ്ങൾ. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിലേക്ക് 2 കണ്ണ് വരച്ചു കൊടുക്കാം, ചെറിയൊരു വാ വരയ്ക്കാം. ഇനി ഇതിനെ 2 ചിറക് വരച്ചു കൊടുക്കാം. ഈ വശത്തും അതുപോലെ തന്നെ ചിറക് വരയ്ക്കാം. ഇനി 2 ചെറിയ കൊമ്പ്, ഇതിനകത്തേക്ക് വരകളും കൂടി ചെയ്തു കൊടുക്കാം. അപ്പം നമ്മളൊരു വിരലിൻ്റെ പ്രിൻ്റ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു തേനീച്ചയെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ചിത്രം കൂടി നോക്കാം. ഇതുപോലെ ഇതിനകത്ത് നമുക്ക് 2 കണ്ണ് വരച്ചു കൊടുക്കാം, ചെറിയൊരു വാ വരച്ചു കൊടുക്കാം, ചെറിയ ചെവി വരച്ചു കൊടുക്കാം. ഇനി മുടിക്കായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് കൈ വരയ്ക്കാം. ഇനി 2 കാലും വരച്ചു കൊടുക്കാം. മറ്റൊന്ന് നമുക്ക് വിരൽ ചരിച്ച് പിടിച്ചിട്ട് ഇതുപോലെ ഒരു പ്രിൻ്റ് കൂടി ചെയ്തെടുക്കാം. ലൈറ്റ് കളർ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിൽ നമുക്ക് 2 കണ്ണ് വരച്ചു കൊടുക്കാം, ഒരു വായും വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് കാലുകൾ വരച്ചു കൊടുക്കാം. ഇപ്പം നമുക്കൊരു ചിലന്തിയെ കിട്ടിയിട്ടുണ്ട്. ലൈറ്റ് കളറാകുമ്പോൾ നമുക്കിതിൽ കണ്ണും മറ്റും എടുത്തറിയാനായിട്ട് കഴിയും. നമ്മൾ ചെയ്തതുപോലെ തന്നെ വിരൽ ചരിച്ച് പിടിച്ചിട്ട് മറ്റൊരു ഫിംഗർ പ്രിൻ്റ് കൂടി ചെയ്തെടുക്കാം. നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതിൽ ചെറിയ 2 കണ്ണ് വരച്ചു കൊടുക്കാം. നമ്മളൊരു പൂച്ചയാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഇതുപോലെ വായും മൂക്കും വരച്ചു കൊടുക്കാം. ഇനി 2 ചെവി വരയ്ക്കാം. നമ്മുടെ പൂച്ചയ്ക്കൊരു വാല് വരച്ചു കൊടുക്കാം. ഇനി കാലുകളും വരച്ചു കൊടുക്കാം. നമ്മൾ വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പൂച്ചയെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരെണ്ണം ചെയ്ത് നോക്കാം. അതിനായിട്ട് റെഡ് കളർ എടുക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ മഞ്ഞയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതുപയോഗിച്ച് ചെറിയൊരു ആപ്പിൾ, അതായത് റെഡ് എടുക്കണം, ചെറിയൊരു ആപ്പിൾ വരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ആനയെ ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് 2 ചെവി വരച്ചു കൊടുക്കാം. ഈ ചെവികൾക്ക് പകരവും നമുക്ക് നമ്മളുടെ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് ആനയ്ക്കൊരു ചെറിയ തുമ്പിക്കൈയും കൂടി വരച്ച് ചേർക്കാം. ആനയ്ക്ക് 2 കണ്ണും കൂടി വരയ്ക്കാം. നമ്മൾ ഇതുപോലെ ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 2 എടുത്തും ഇതുപോലെ നമുക്ക് വരച്ചു കൊടുക്കാം, 2 ചെവി പോലെ. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് 2 കണ്ണ് വരയ്ക്കാം, ചെറിയ വായും വരച്ചു കൊടുക്കാം. ഇതുപോലെ മറ്റൊരു ഫിംഗർ പ്രിൻ്റ് കൂടി ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൽ ഒരു മീനെ വരച്ചെടുക്കാം. ഒരു കണ്ണ്, ചെറിയൊരു വായ. ഇനി നമുക്കിതിനൊരു വാല് വരയ്ക്കാം. ഇനി ചെറിയ ചിറകുകൾ. നമുക്ക് ഈ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചിട്ട് ഒരു മീനിനെ കൂടി ചെയ്തെടുത്തിട്ടുണ്ട്.